എങ്ങനെ പറഞ്ഞു തുടങ്ങണം? ഒരു വശത്ത് സന്തോഷം ആർത്തിരമ്പുന്നു, മറുവശത്ത് കണ്ണീർ അലയടിക്കുന്നു. ആരാധകരുടെ 18 വർഷത്തെ കാത്തിരിപ്പായിരുന്നു 3-ാം തീയതി രാത്രി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടത്. പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ച് കപ്പുയർത്തി റോയൽ ചലഞ്ചേഴ്സ്. ആ സ്റ്റേഡിയത്തിനപ്പുറം പ്രതീക്ഷകൾക്കപ്പുറമുള്ള ആരവവും ആഹ്ലാദ പ്രകടനങ്ങളുമാണ് അരങ്ങേറിയത്. ആരാധകർ അത്രയേറെ ആവേശത്തിലായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിന്റെ അവസാനം വിങ്ങലാകുകയാണ്. ആഘോഷം ആർത്തനാദങ്ങളായി അവസാനിച്ചു. ആർത്തുവിളികൾ നിലവിളികളായി മാറി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് ബംഗളൂരുവിലെ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുന്നിൽ സംഭവിച്ചത്. ഇഷ്ട ടീമിനെയും താരങ്ങളെയും കാണാൻ ആവേശത്തോടെ ഒഴുകിയെത്തിയവർ. അത്രയേറെ സന്തോഷമായിരുന്നു അവർക്ക്. എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണമെന്ന് ആർക്കും വ്യക്തതയുണ്ടായിരുന്നു പോലുമില്ല. ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അകത്തോട്ടും പുറത്തോട്ടും അനക്കം നഷ്ടപ്പെട്ട അവസ്ഥ. പ്രായ ലിംഗഭേദ വ്യത്യാസമന്യേ ആളുകൾ ഇടിച്ചു കയറി. ടീമിന്റെ വിക്ടറി പരേഡ് കാണാനെത്തിയവരിൽ പലരും ആ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നില്ല. കിരീടവുമായി ക്യാപ്റ്റൻ രജത് പട്ടിദാർ ഇറങ്ങുമ്പോൾ ലോകം മുഴങ്ങുന്ന ആർപ്പുവിളികളായിരുന്നു ഉയർന്നത്. പിന്നാലെ ഫൈനലിലെ മികച്ച താരമായ കൃണാൽ പാണ്ഡ്യ ഇറങ്ങി. തൊട്ടു പിന്നിലായി വിരാട് കോഹ്ലിയും. ഇതിനിടെ മഴയും എത്തി. അനിയന്ത്രിതമായ ആൾക്കൂട്ടം. വിക്ടറി പരേഡിന് നിൽക്കാതെ കളിക്കാർ ബസ്സുകളിൽ നേരെ സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്നു. ഈ സമയത്താണ് പ്രധാന ഗേറ്റിൽ ദുരന്തം സംഭവിക്കുന്നത്. നീണ്ട കാത്തിരിപ്പൊക്കെയും ഞൊടി നേരം കൊണ്ട് കണ്ണീരിൽ കുതിർന്നു. നിയന്ത്രിക്കാവുന്നതിലും അധികം ആളുകൾ വന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് നിസ്സാരമായിട്ടാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. പരമാവധി 40,000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് 2 ലക്ഷം ആളുകളെങ്കിലും തടിച്ചുകൂടിയിരുന്നു. കന്നിക്കിരീടത്തിന്റെ വിജയാഘോഷം. ക്രിക്കറ്റിനെ ജീവനോളം സ്നേഹിക്കുന്നവരൊക്കെയും ആവേശത്തോടെ ആ സ്റ്റേഡിയത്തിൽ എത്തുമെന്ന് അറിയാത്തവരാണോ സംസ്ഥാന സർക്കാരും പോലീസും കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനും? കൃത്യമായ ആസൂത്രണമില്ലായ്മയാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നത് വ്യക്തമാണ്. ആവശ്യമായ ഒരുക്കങ്ങളില്ലാതെ, ആൾക്കൂട്ട നിയന്ത്രണങ്ങളില്ലാതെ, വേണ്ട സജ്ജീകരണങ്ങളില്ലാതെ, കൃത്യമായ സുരക്ഷയില്ലാതെ RCB IPL കിരീടം ഉറപ്പിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ബംഗളൂരു നഗരത്തിൽ ടീമിനെ എത്തിച്ച ഫ്രാഞ്ചൈസി അന്ന് തന്നെ സ്വീകരണവും വൻ ആഘോഷങ്ങളും നടത്താൻ തീരുമാനിച്ചത് എന്തുദ്ദേശത്തിലാണ്? 18 വർഷത്തെ കാത്തിരിപ്പിന്റെ വികാരം കണക്കിലെടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ വരും വരായികകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. അവസാന നിമിഷമാണ് വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ടീമിന്റെ വിക്ടറി പരേഡിന് സർക്കാർ അനുമതി നൽകുന്നത്. പക്ഷേ അതിനു മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നഗരത്തിലേക്ക് ആരാധകരുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. 2 മുതൽ 3 ലക്ഷം വരെ ആരാധകർ ബുധനാഴ്ച ബംഗളൂരു നഗരത്തിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്തുമായി തടിച്ചു കൂടിയതായാണ് കർണാടക സർക്കാർ നൽകുന്ന വിശദീകരണം. നിയന്ത്രണത്തിന് നഗരത്തിലുണ്ടായിരുന്നത് 5000-ഓളം മാത്രം വരുന്ന പോലീസ്. ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരുന്നു സ്റ്റേഡിയത്തിൽ പ്രവേശനമെങ്കിലും ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെയെങ്കിലും സ്റ്റേഡിയത്തിൽ കയറി പറ്റാമെന്ന പ്രതീക്ഷയിലായിരുന്നു കൂടുതൽ ആരാധകരും സ്റ്റേഡിയത്തിൽ എത്തിയത്. അതിനു പുറമെ സൗജന്യ ടിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന അഭ്യൂഹങ്ങളും ഈ മരണക്കെണിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തിക്കിനും തിരക്കിനും പുറമെ മഴ കൂടിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു. ആളുകൾ ഞെങ്ങി ഞെരുങ്ങി താഴെ വീണു തുടങ്ങി. ചവിട്ടേറ്റ് എഴുന്നേൽക്കാൻ കഴിയാതായതോടെ ആരാധകർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. 11 ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. 30-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2024 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം T20 ലോകകപ്പ് വിജയിച്ചപ്പോൾ ഇതിലും വലിയ വിക്ടറി പരേഡിന് മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെ കാണാൻ ലക്ഷങ്ങളാണ് അന്ന് മുംബൈ നഗരത്തിലേക്ക് ഇരമ്പിയെത്തിയത്. അന്നൊന്നും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും സംഭവിച്ചിരുന്നില്ല. സ്റ്റേഡിയത്തിന് പുറത്തെ സാഹചര്യങ്ങളെ കുറിച്ച് സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന് IPL ചെയർമാൻ അരുൺ ധുമാൻ തന്നെ വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളിൽ ഫ്രാഞ്ചൈസി ഉത്തരം പറയേണ്ടി വരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്.